ഇവിടെ കെ സുരേന്ദ്രൻ വീണ്ടും വന്നാൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും വരില്ല, വരികയില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ LDF പാതൂർ ഷാനവാസ് മഞ്ചേശ്വരം നിന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. CH കുഞ്ഞം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിനി. മഞ്ചേശ്വരത്ത് സംഘപരിവാർ അല്ലാത്ത ഏത് MLA വന്നാലും നമുക്ക് പ്രശ്നമില്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, മഞ്ചേശ്വരം. കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൽ നിന്നുള്ള AK മഷ്റഫ്, ഇപ്പോഴത്തെ MLA, ജയിച്ചു കയറിയത് 745 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനോട്. 2016 വെറും 89 വോട്ടിനായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ വിജയം. അന്നും കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളമാകെ തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലം. ഇവിടെ ഇക്കുറി ആര് ജയിക്കണമെന്നാണ് വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. നിലവിലെ MLAയുടെ പ്രവർത്തനത്തിൽ അവരുടെ അഭിപ്രായം എന്താണ്? സംസ്ഥാന തലത്തിൽ LDF സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണം തേടുകയാണ് സി ടൈംസ്. മഞ്ചേശ്വരത്ത് MLA ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മഞ്ചേശ്വരത്ത് സംഘപരിവാർ അല്ലാത്ത ഏത് MLA വന്നാലും നമുക്ക് പ്രശ്നമില്ല. സംഘപരിവാർ വരാതിരുന്നാൽ മതി, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. കെ സുരേന്ദ്രൻ ഒരു പ്രാവശ്യം കൂടി വന്നാൽ ജയിച്ചു പോവോ? മിക്കവാറും ജയിക്കാനാണ് സാധ്യത. LDF പക്ഷെ 3ാം സ്ഥാനത്താണല്ലോ. പാതൂർ ഷാനവാസ് മഞ്ചേശ്വരം നിന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. CH കുഞ്ഞം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിനി. മുമ്പ് ചെറുക്കളത്തിലൊക്കെ എതിരായിട്ട് CH കുഞ്ഞം വിജയിച്ച മണ്ഡലമാണിത്, മഞ്ചേശ്വരം. ഇനി പാതൂർ ഷാനവാസ് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. LDF. ഇവിടെ AK മഷ്റഫ് ജയിക്കുന്നത് CPMന്റെ കൂടി സഹായം ഉള്ളത് കൊണ്ടാണോ? സത്യം സത്യം സത്യം. BJPന്റെ സഹായം, CPMന്റെ സഹായമല്ല, BJPന്റെ സഹായം. ഇവിടെ കെ സുരേന്ദ്രൻ വീണ്ടും വന്നാൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും വരില്ല, വരികയില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ LDF. സത്യം സത്യം സത്യം. BJP ആയിരിക്കും. എന്തുകൊണ്ടാണ്? BJPക്ക് ഇവിടെ നല്ലൊരു കളം ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇക്കുറി ആരായിരിക്കണം BJPയുടെ സ്ഥാനാർത്ഥി? അതിപ്പോൾ പറയാൻ പറ്റില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. കെ സുരേന്ദ്രൻ വീണ്ടും വന്നാൽ സാധ്യത കൂടുതലുണ്ടോ? അദ്ദേഹത്തിന് സാധ്യതയുണ്ട്, പക്ഷേ സാധ്യത കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും കാണില്ല. ഈ മണ്ഡലത്തിലെ തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇവിടുന്ന് മാറിപ്പോയിട്ട് കാര്യമില്ല. മഞ്ചേശ്വരത്ത് UDF MLA ആയിട്ട് പറഞ്ഞ AK മഷ്റഫാണ് ജയിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ജയിക്കും. ഈ MLAയുടെ പ്രവർത്തനത്തിലൊക്കെ തൃപ്തിയാണ്? തൃപ്തി, മോശമില്ല, നല്ല പ്രവർത്തനം കാഴ്ചവെച്ച്. ആര് ജയിക്കണം പറഞ്ഞെങ്കിൽ ഈ പ്രാവശ്യം STPI ഏത് പാർട്ടിക്ക് സപ്പോർട്ടാക്കുന്നു അതുപോലെ ഉണ്ടാവും വിജയം എന്തായാലും. മഞ്ചേശ്വരത്ത് മാറ്റം പോകണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. അതുകൊണ്ട് ഏതായാലും AK തന്നെയാണ് സാധ്യത ഉള്ളത്. ഈ കെ സുരേന്ദ്രൻ വീണ്ടും വരികയാണെങ്കിൽ എന്താണ് സാധ്യത? സുരേന്ദ്രന് ഒരു ഇതുമില്ല, കാരണം വെച്ചാൽ ഇലക്ഷൻ ആകുന്ന സമയത്ത് ഈ 5 കൊല്ലത്തിൽ ഇവിടെ വന്നിട്ട് ഒരു മത്സരം കാഴ്ചവെച്ചിട്ട് പോകുന്നല്ലാതെ ഇവിടെ നിന്ന് ഏകദേശം 89 വോട്ടിൻ്റെ തോൽവി ഉണ്ടായിരുന്നു, 145 ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു പ്രതിപക്ഷ എന്ന നിലയ്ക്ക് ഇവിടെ ഈ ഭാഗത്ത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രയാസത്തിൽ അവരെ റോൾ ഇവിടെ കാണാനില്ല. അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആശങ്ക കുഴപ്പമുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി വന്നാൽ കുറച്ചുകൂടെ സാധ്യത BJPക്ക് ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. മണ്ഡലത്തിൻ്റെ ആളാണെങ്കിൽ ബെറ്റർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത് അവർ MLA ഇല്ലെങ്കിലും ഈ നാട്ടിൽ അവർ പ്രവർത്തിക്കാനുണ്ടാവില്ല ഒരു തോന്നലുണ്ട് ജനങ്ങളുടെ ഇടയിൽ. മഞ്ചേശ്വരത്ത് UDFനാണ് സാധ്യത ഉള്ളത്. മത്സരം BJPയും UDFും തമ്മിലാണ്. BJP UDF തമ്മിലാണ്. മാർക്സിസ്റ്റിന് വലിയ ഇതില്ല. ഇപ്രാവശ്യം പറയാൻ പറ്റൂല. ചിലപ്പോൾ UDF ജയിക്കും, ചിലപ്പോൾ BJP വരും. LDFന് ചാൻസ് കുറവാണ്. ഇപ്പോഴത്തെ MLA AK മഷ്റഫ് നല്ല പ്രവർത്തനമാണോ? കുഴപ്പമില്ല, എന്തെങ്കിലും പണിയെല്ലാം എടുത്തിട്ടുണ്ട്, പിന്നെ ജാസ്തി ഒന്നുമില്ല. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പരിഗണിക്കുക? വികസനമാണോ അതോ നേതാക്കളുടെ നിലപാടാണോ? നമുക്ക് വികസനം ഉണ്ടായിരുന്നു നല്ല വിചാരിച്ചത്. വികസനം എന്താ, വേറെ ഒന്നുമില്ല പറയാൻ. ഏതായാലും കോൺഗ്രസ് ജയിക്കുള്ളൂ. ഇപ്പോഴത്തെ MLA ഓക്കെ ആണോ? കുഴപ്പമില്ല, എന്നാലും നമ്മുടെ നാട്ടിലേക്ക് നല്ല ഒരു വ്യക്തിയായിരിക്കുന്നതാണ്
നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരത്ത് ലീഗ് തന്നെ. ലീഗ് എന്ന് പറഞ്ഞാൽ നിലവിലെ MLA AK മഷ്റഫ് തന്നെ മത്സരിക്കണം എന്നാണോ? അതന്നെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന AK മഷ്റഫ് തന്നെയല്ലേ. എന്താ AK മഷ്റഫ് തന്നെ വരും. MLAയുടെ പ്രകടനത്തിൽ തൃപ്തിയുണ്ട്. തൃപ്തിയാണ്. മഞ്ചേശ്വരത്ത് ഈ പ്രാവശ്യം UDF ഇതുണ്ട്, AK അഷ്റഫ്. അഷ്റഫ് തന്നെ ഇപ്രാവശ്യവും മത്സരിക്കണം എന്നാണോ? അഷ്റഫെ മത്സരിച്ചതാണ്. ഈ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മഞ്ചേശ്വരത്ത് ഇക്കുറിയും പോരാട്ടം കനക്കും. മഞ്ചേശ്വരത്ത് നിന്ന് മുഹമ്മദ് ഷംസീർ, സി ടൈംസ്.